മഴക്കാലമാണ്. പല ആളുകളുടെ വീടുകളിലും പാമ്പിന്റെ ശല്യമുണ്ട്. അതുപോലെ ഉറുമ്പിന്റെയും പല്ലിയുടെയും ഒക്കെ ശല്യമുണ്ട്. പല ആളുകളും എന്താണ് പരിഹാരം എന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ നൂറ ഹബീബ് നാട്ടക്കോയ തങ്ങളോട് അതിനുള്ള പരിഹാരം ചോദിക്കാം. തങ്ങളുപ്പ, പാമ്പ് ശല്യത്തിന് എന്താണ് പ്രതിവിധി? പാമ്പ് ശല്യത്തിന് എന്താണ് പ്രതിവിധി? തങ്ങളുപ്പ, പാമ്പ് നിങ്ങൾ പരിസരത്തേക്ക് വരാൻ പാടില്ല അല്ലെ? അതെ അതെ. എന്നാൽ എഴുതി വെച്ചോ. എല്ലാവരും പെന്നും പെൻസിലൊക്കെ എടുത്ത് എഴുതാനിരുന്നോ? പാമ്പിന്റെ പ്രതിതാണ്. ശരിക്കും ശ്രദ്ധിച്ചോ? 5 ആണി എടുക്കും. 5 ആണി എടുത്തു. 1 2 3 4 5 ആണി എടുത്തു. 5 ആണി എടുത്തു. 5 ആണി എടുത്തു. ഈ 5 ആണിമേലും ഓരോ ആണിമ എന്താ വേണ്ട? ഓരോ ആണിന്റെ മുകളിലും ശരിക്കും എഴുതിയെടുത്തോ? ഓരോരോ ആണിന്റെ മുകളിൽ എന്തോ ഉണ്ട് കാര്യമായിട്ട്. എഴുതിയെടുത്തില്ലേ? ഞാൻ തുടക്കത്തിലേ പറഞ്ഞില്ലേ ശരിക്കും ശ്രദ്ധിക്കണം എന്ന്. തങ്ങളുപ്പാപ്പ പറഞ്ഞത് മനസ്സിലായിട്ടാലും തങ്ങളുപ്പാപ്പ ഓതാൻ കിട്ടുന്നതിലേക്ക് കാണാണ്ട് ഓതിക്കൂടെ? ചോദിക്കുന്നുണ്ട്, കാണാതെ ഓതിക്കൂടെ? കണ്ടിട്ട് തന്നെ ഓതാൻ അറിയില്ല. അത് തങ്ങളുപ്പാപ്പ പറഞ്ഞ പോലെ തന്നെ എഴുതിയെടുക്കണേ. ഒരു ആണയുടെ മുകളിൽ 25 വട്ടം ഈ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഇത് മന്ത്രിച്ച് ഒരു ആണിമ 28 മന്ത്രിക്കണം. ഈ ഒരു ആണിമ 25 പ്രാവശ്യം മന്ത്രിച്ചിട്ട് ഇന്ന് നമ്മൾ വീടിന് 4 മൂലക്കിലും എന്ത് ചെയ്യണം? അത് അടിക്കണം. 5 ആണിയാ തങ്ങളുപ്പാപ്പ പറഞ്ഞത്. 4 ആണി 4 മൂലക്കും അടിക്കും. ഈ ഒരാണി എന്താക്കേണ്ടത്? ഒന്ന് സെൻട്രലിൽ അടിക്കണം. 5 ആണി അടിക്കണം. ഓക്കെ, ഒന്ന് സെൻട്രലിൽ അടിക്കണം. അപ്പൊ എല്ലാവരും എഴുതി വെച്ചില്ലേ? എല്ലാം ഓക്കെ എന്നല്ലേ? നമുക്ക് അടുത്ത ചോദ്യം ചോദിക്കാനുള്ളതാണ്. പിന്നെ ആ പ്രദേശത്തേക്ക് പാമ്പ് വരൂല. ആ പ്രദേശത്തേക്ക് പാമ്പ് വരൂല എന്നാ തങ്ങളുപ്പാപ്പ ഉറപ്പ് നൽകിയിട്ടുള്ളത്. ഖുർആനിൽ ചിലപ്പോൾ അതുപോലെ ആയത്ത് കാണില്ല. അതുകൊണ്ട് തങ്ങളുപ്പാപ്പ പറഞ്ഞ പോലെ നിങ്ങൾ എഴുതിയെടുത്തിട്ടുണ്ടാവുമല്ലോ.